വൈകുന്നേരം സൺസെറ്റ് കാണാൻ വേണ്ടി ഞാൻ ടെറസിൽ കയറി. അങ്ങനെയൊന്നുമല്ല കേട്ടോ, തുണി എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ സൺസെറ്റ് കണ്ടതാണ്. സൂര്യൻ മങ്ങി തുടങ്ങിയിരിക്കുന്നു ഗൈസ്. നമുക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്താലോ എന്ന് വിചാരിച്ചു. കാരണം വഴി വന്നപ്പം അലവേരൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. സമ്മതിക്കില്ല, എല്ലാം ഞാൻ മുറിച്ചെടുക്കും. അങ്ങനെ ഞാൻ എനിക്ക് ആവശ്യമുള്ള അലോവേരയുടെ പീസസൊക്കെ മുറിച്ചെടുത്ത് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് കുറേ ഇരിക്കുന്നത്, അല്ലാതെ മൊത്തവും വെട്ടിക്കളഞ്ഞൊന്നും അല്ല ഞാൻ. അങ്ങനെ ഞാൻ ആവശ്യമുള്ള എല്ലാം എടുത്ത് അതിൻ്റെ ജെല്ല്, അതാണ് ഒരു മെനക്കെട്ട പണി. എനിവേസ്, നമ്മുടെ ആവശ്യമായി പോയല്ലോ. അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്തു, മിക്സിയുടെ ജാറിലിട്ടു, അതൊന്ന് അടിച്ച് പതച്ചെടുക്കണം. അതാണ് ആദ്യത്തെ പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ക്രീം കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ, നമ്മുടെ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയില്ലേ, അതാ. അപ്പോൾ അതോടെ ഒഴിച്ചു, മിക്സ് ചെയ്തു. ഇത്രയുള്ള പരിപാടി. ഇതിനി അങ്ങോട്ട് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും എന്നുള്ളതൊക്കെ അവിടെ മാറ്റി വെക്കുക. ഇങ്ങനെ നമ്മൾ തലയ്ക്കൊക്കെ, നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ കെയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നന്നായി നോക്കുക എന്നുള്ളൊരു സംഭവമല്ലേ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് അപ്ലൈ ചെയ്യുക നല്ലതാണ്. എന്തായാലും ദോഷമൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഹെയർ കെയർ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മമ്മി ആട്ടോ ക്യാമറയ്ക്ക് പുറകിൽ. അപ്പോൾ മമ്മി ഒന്ന് സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണാടിയോടെ ചേർത്ത് ഞാൻ മമ്മി ഒന്ന് നിർത്തിയതാണ്. മമ്മി അത് മനോഹരമായി തന്നെ എടുത്തു തരുന്നുണ്ട്. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി ആ ഒരു പാക്ക് ഹെയറിൽ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈം നോക്കിയിട്ട് അത് കഴുകാം. കുറച്ച് നേരം വെറുതെ പോയി ഫോണൊക്കെ നോക്കി അവിടെ ഇരിക്കാം. നന്നായിട്ടൊന്ന് ഉണങ്ങി സെറ്റ് ആവണമല്ലോ. ഏകദേശം ഒരു 6:15 ഞാൻ ടൈമർ സെറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ സിറ്റൗട്ടിൽ പോയി വെള്ളമൊക്കെ കുടിച്ച് മമ്മി എടുത്ത് കത്തി അടിച്ചിരുന്നു. കുറേ നേരം ഞങ്ങൾ കഥ പറഞ്ഞു. കാരണം സമയം ആവശ്യം പോലെ ഉണ്ടല്ലോ, മുടി അന്നേരം ഉണങ്ങിയും വേണം. എൻ്റെ മമ്മിയുടെ ഒരു കഥ പറച്ചിൽ സമയങ്ങൾ മിക്കവാറും ഈ ഒരു വൈകുന്നേരമാണ്. വൈകുന്നേരം ഞങ്ങൾ കഥ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പപ്പയുടെ എൻട്രിയാണ്. പിന്നെ പപ്പയുടെ അടുത്തും കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്ക് എൻ്റെ സമയം ആവാറായി കഴിവാനുള്ള. അജിഷൻ സ്റ്റെഫിയും വീഡിയോ കോളിലാട്ടോ, അതാ മമ്മി ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ടൈമറായിട്ടുണ്ട്. നമുക്കിനി പോയി വേഗം കഴുകിയിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒന്ന് കുളിച്ച് ആ പാക്കൊക്കെ ഒന്ന് കഴുകി കളയുമ്പോൾ കിട്ടുന്നൊരു ഗുഡ് ഫീൽ ഉണ്ട്. അതൊരു സ്പെഷ്യൽ ഫീലാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും ഇഷ്ടപ്പെടും.